ഓരോ ടൂളും എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് വാട്സപ്പിൻ്റെ CRMൻ്റെ ടൂൾസുകൾ വരുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ ഇങ്ങനൊരു ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഒരുപാട് ടാബായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊക്കെയെന്ന് പറയാം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ എൻ്റർ ചെയ്യാൻ പറ്റും. അവർ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം അവർക്ക് കോൺടാക്റ്റ് നെയിം, കോൺടാക്റ്റ് പ്രൊഫൈൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവരുടെ എഡിറ്റ് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ അവരുടെ ബിസിനസ്, അതുമായി നിങ്ങളതായത് അവർക്ക് ഉദ്ദേശിക്കുന്ന ഡീലിൻ്റെ എമൗണ്ട്, അതുപോലെ കമ്പനി ഡീറ്റെയിൽസ്, അവർ എന്ത് ജോബാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ കമൻറ്റ്സ്, എക്സ്ട്രാ നോട്ട്സ് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ കസ്റ്റമർക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ മെസ്സേജ്, അതായത് നെക്സ്റ്റ് മന്തിലോട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലോട്ട് ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ, ഈ കസ്റ്റമർക്ക് മാത്രമായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ആ ടൈമിൽ സോഫ്റ്റ്വെയർ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോയിക്കോളും. ഓക്കെ, അതുപോലെ ഗൂഗിൾ കലണ്ടറിൽ ആഡ് ചെയ്യുന്ന ഓപ്ഷന്, പിന്നെ അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ നോട്ട്സ് ആഡ് ചെയ്യുന്ന ഓപ്ഷന്, പിന്നെ അതുപോലെ റിമൈൻഡർ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇവർ നെയിം, നമുക്ക് വാട്സപ്പ് നെയിം ക്ലിക്ക് ചെയ്യാതെ തന്നെ, അതായത് വാട്സപ്പ് നെയിം ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരെന്താണ് നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്തത് ആ നെയിം ആയിരിക്കും അവർക്ക് കാണാൻ, നമുക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റും. അതുപോലെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്, ഇവരെ പിന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ അതുപോലെ നമുക്ക് റീസെൻ്റായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ നമുക്ക് ഷോ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഉണ്ട്. അതുപോലെ ഇവരെ ടാബ് സെപ്പറേറ്റ് നമുക്ക് പല രീതിയിൽ ടാബ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ടാബിലോട്ട് അവരെ മാറ്റാനുള്ള ഓപ്ഷൻസ്. പിന്നെ അതുപോലെ നമുക്ക് ലേബൽ ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ടാഗ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ബിസിനസ്സിന് നമ്മുടെ ഫോണിലുള്ള ടാഗാണ്, ലേബലാണ്. അതിനനുസരിച്ച് നമുക്ക് അവരെ ഇതിലോട്ട് മാറ്റാൻ പറ്റും. അതായത് നമുക്ക് നമ്മൾ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരുപാട് ടാബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലേബൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ലേബൽ ചെയ്തിട്ട് നമുക്ക് ഓരോ കസ്റ്റമർ ഇവിടെ നിന്ന് തന്നെ ലേബൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ക്വിക്ക് റിപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻസാണ്. അതായത് നമുക്ക് ചില കസ്റ്റമർ ചോദിക്കുന്ന, അതായത് ഫ്രീക്വൻ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സർവീസിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒരു കസ്റ്റമർ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് റീപ്ലൈ കൊടുക്കാവുന്ന ഒരു സെറ്റപ്പും ഇതിലുണ്ട്. അത് ക്വിക്ക് റിപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിക്ക് റിപ്ലൈക്ക് ഒരു നെയിം കൊടുക്കാം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ആഡ് ആക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് കസ്റ്റമർക്ക് പോകേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒന്നുകിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇമേജ്, വീഡിയോ, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ്, ഇത് ഏതെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇമേജാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഇമേജ് ഏതാണ് നിങ്ങൾക്ക് പോകേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ ആണ് വീഡിയോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ്, ഞാൻ ഇവിടെ ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മുടെ GPay ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. GPay ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നെയിമും കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് എത്ര ക്വിക്ക് റിപ്ലൈ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ആക്ഷനായിട്ട് നമുക്ക് ഒരു മെസ്സേജ് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ മെസ്സേജ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റുമായി വന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾക്ക് കസ്റ്റമറുടെ നെയിം, കസ്റ്റമർ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. കസ്റ്റമർ പ്രൊഫൈൽ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോകുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഒരു പ്രൊഫൈലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരുന്നത്.
ഇനി നമുക്ക് ഇവിടെ നമ്പർ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കസ്റ്റമർ നമ്പർ സേവ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വാട്സപ്പ് വെബിൽ മാത്രമേ സേവ് ആവുള്ളൂ. നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ സേവ് ആവുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്പർ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഓരോ ടൂളുകളും എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ മുകളിൽ നമുക്ക് ഫണൽ ഫിൽറ്റർ എന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് കസ്റ്റമറെ ലാബിൽ ഉള്ള കസ്റ്റമറെയും അതുപോലെ നിങ്ങൾക്ക് ടാബ് ചെയ്യാൻ നമ്മൾ എക്സ്ട്രാ വരുന്ന ടാബുകളെ വരുന്ന കസ്റ്റമറെയും മുകളിൽ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ ലാബിൽ വൈസാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ കസ്റ്റമറാണ് അവരെ ലാബിലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ടാബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടാബ് പറഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ടാബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് വാട്സപ്പ് CRMൻ്റെ കസ്റ്റമറെ ആണെങ്കിൽ നമ്മൾ വാട്സപ്പ് CRM എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ വാട്സപ്പ് API ബന്ധപ്പെട്ട് ഡീറ്റെയിൽസാണ് അവർ കസ്റ്റമർ ചോദിക്കുന്നതെങ്കിൽ അവർ സെപ്പറേറ്റ് ടാബ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം വാട്സപ്പ് API എന്ന് എൻ്റർ അടിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇനി ഫോളോ അപ്പുമായി ബന്ധപ്പെട്ട് കസ്റ്റമർ സെപ്പറേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പുള്ള കസ്റ്റമർ മാത്രം അല്ലെങ്കിൽ ഫോളോ അപ്പ് കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. നമുക്ക് ഇങ്ങനെ മാറ്റുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു കസ്റ്റമറെ ടാബിലോട്ട് മാറ്റുകയാണ്. ഞാനിവിടെ ടാബ് ആയിട്ട് ചെയ്യാൻ പോവാണ്. സോറി, ഞാൻ ഫോളോ അപ്പ് എന്ന ഈ വാട്സപ്പ് APIൻ്റെ അല്ലെങ്കിൽ വാട്സപ്പ് CRMൻ്റെ ഒരു ഫോളോ അപ്പിലോട്ട് ഒരു ടാബിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ വാട്സപ്പ് CRM ഉണ്ടോ ഇവിടെ നമുക്ക് ഒന്നൊന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കസ്റ്റമർ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാനും അവർക്ക് ബൾക്ക് മെസ്സേജ് അയക്കാനും നമുക്ക് ഇതുകൊണ്ട് പറ്റുമെന്നുള്ളതാണ് ഇതിന് ബെനിഫിറ്റ് വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെയുള്ള സൈഡിലുള്ള ഫീച്ചേഴ്സാണ് വേണ്ടത്. സൈഡിലെ ഫീച്ചേഴ്സ് ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നത് CRM ആണ്. അതായത് നമുക്ക് കസ്റ്റമർ പല രീതിയിലും കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ലീഡുകൾ ഒറ്റ മിസ്സാവാതെ നമുക്ക് വരുന്ന ലീഡുകളെ നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് CRMൻ്റെ പുതിയൊരു ടാബിലോട്ടാണ് വന്നിട്ടുള്ളത്. ഈ ടാബിൽ നിന്നാണ് നമ്മൾ കസ്റ്റമർ മാനേജ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇൻബോക്സിലാണ് ഫസ്റ്റ് കോളം വരുന്നത്. ഇൻബോക്സിൽ ഫസ്റ്റ് ഇത് വരുന്നു. അതുപോലെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാബായിട്ടുള്ള ഓരോ കോളംസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളതായിട്ട് രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ടാബുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ കസ്റ്റമറെയും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോളോ അപ്പിലോട്ട് വരുന്നതാണ് ആ കസ്റ്റമർ. നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഒരു ഫിൽറ്റർ ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമർ ക്ലോസ് ആവുന്നത് വരെയുള്ള സ്റ്റെപ്പിലോട്ട് അവരെ ഫിൽറ്റർ ചെയ്ത് ഫണൽ ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള CRM ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ പക്കയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമുക്ക് വരുന്നത് നമ്മുടെ ടാബ് എത്ര ടാബുണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇനി പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ഇവിടെ നിന്നുള്ള ഓപ്ഷനും അതിനുണ്ട്. അതുപോലെ നമുക്ക് നൈറ്റ് മോഡ് ആണെങ്കിൽ നൈറ്റ് മോഡ് ആക്കാം. പിന്നെ അതുപോലെ നമുക്കിവിടെ വേറെ വരുന്ന ഓപ്ഷൻസ് ടാബ് നമ്മൾ നേരത്തെ പറഞ്ഞു ടാബും ലാബും അല്ലാതെ നമുക്കിനി വേറെ വേണമെങ്കിൽ നമുക്കിപ്പോൾ 2 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതൊരു പ്രൊഡക്റ്റിൻ്റെ ഫോളോ അപ്പ്, അതായത് രണ്ടാമത് പ്രൊഡക്റ്റിൻ്റെ CRM സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രിയേറ്റ് അടിക്കുക. നിങ്ങളെ ആ പ്രൊഡക്റ്റ് നെയിം അല്ലെങ്കിൽ ആ CRMൻ്റെ നെയിം നിങ്ങൾക്ക് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് APIൻ്റെ CRM ഞാൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു കളർ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ക്രിയേറ്റ് അടിക്കുന്നു. ക്രിയേറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ CRMൻ്റെ ഡീറ്റെയിൽസ് കൂടെ വരുന്നതാണ്. നമുക്ക് അതിന് അവരെ വേണമെങ്കിൽ നമുക്ക് അവരെ പുതിയ CRMൻ്റെ സ്റ്റെപ്പുകൾ, അതായത് നമുക്ക് ഫോളോ അപ്പ് അല്ലെങ്കിൽ കോൾ ബാക്ക് അല്ലെങ്കിൽ ഡെമോ, ഇതിങ്ങനെ ഈ രീതിയിൽ നമുക്ക് കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു സ്റ്റെപ്പുകൾ നമുക്കിവിടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ഡ്രാഗ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇവിടെയും നമുക്ക് ഫിൽറ്റർ ചെയ്ത് കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇത്രയും ഓപ്ഷൻസാണ് CRM ഉള്ളത്. നൈറ്റ് മോഡ് ഓഫ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻസ് വരുന്നത് മാസ് സെൻഡിങ് ആണ്. മാസ് സെൻഡിങ്ങിൽ വരുന്നത് നിങ്ങൾക്ക് കസ്റ്റമർ ബൾക്കായിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. മാസ് സെൻഡിങ്ങിൽ നിങ്ങൾക്ക് ഒന്നുകിൽ സേവ് ചെയ്ത കോൺടാക്ട്സുകൾ മാത്രം വേണമെങ്കിൽ അവർ സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ നിങ്ങളുടെ ചാറ്റിലുള്ള ഇൻബോക്സിൽ വന്ന കസ്റ്റമറെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കണമെങ്കിൽ അവർ സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ലാബിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലാബിൽ ചെയ്ത കസ്റ്റമർ, അതായത് നമ്മൾ വാട്സപ്പിൽ ലാബിൽ ചെയ്ത കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാം. അതുപോലെ നിങ്ങൾ ഗ്രൂപ്പിലോട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഗ്രൂപ്പ് കോൺടാക്ട്സ് ആണ്. ഗ്രൂപ്പ് കോൺടാക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഗ്രൂപ്പിലെ ഓരോ പേഴ്സണും, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഓരോ മെമ്പേഴ്സിനും വാട്സപ്പ് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ CRM ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ കസ്റ്റമേഴ്സിനും നമുക്ക് പല രീതിയിൽ CRM ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ CRM ഉള്ള കസ്റ്റമേഴ്സിന് നമുക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ടാബ് ഓപ്ഷനുള്ള കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ഫിൽറ്റർ ചെയ്യാനുള്ള ഡാറ്റാസാണ്. നമുക്ക് ബർത്ത്ഡേയുള്ള അതായത് ഡേറ്റ് ഓഫ് ബർത്തുള്ള ഫിൽറ്റർ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് ഓഫ് ബർത്തുള്ള കസ്റ്റമേഴ്സിന് മാത്രം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഇമ്പോർട്ട് സ്പ്രെഡ്ഷീറ്റ്, നമുക്ക് എക്സലായിട്ട് ഡാറ്റ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അതായത് നമുക്കിപ്പം ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഇമ്പോർട്ട് ചെയ്യാനുള്ള എക്സൽ ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഡാറ്റയുള്ള എക്സൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഡാറ്റ, അതായത് നിങ്ങൾ നെയിമോ നമ്പറോ എന്താണെന്ന് വെച്ചാൽ ഡാറ്റ കൊടുത്തത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡാറ്റ എക്സൽ സെലക്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ കാണാവുന്നതാണ്. ഡാറ്റ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ഓൾ ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് അയക്കേണ്ടത് അത് ആഡ് ആക്ഷനിൽ കാണിക്കണം. അതായത് നിങ്ങൾക്ക് ഇമേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇതിൽ ടെക്സ്റ്റാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മെസ്സേജ് നിങ്ങൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ആക്ഷനിൽ അടുത്തൊരു ഇമേജ് അല്ലെങ്കിൽ അടുത്തൊരു ആക്ഷൻ ബട്ടൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്ത് വേണമെങ്കിലും ഇമേജ്, വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഡ് ആക്ഷൻ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെസ്സേജ് ആയിട്ട് ടൈമിൽ അയക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ക്വിക്ക് റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ. ക്വിക്ക് റിപ്ലൈയിൽ ആഡ് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റയടിക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ ടെംപ്ലേറ്റിന് പകരം നമുക്ക് ക്വിക്ക് റിപ്ലൈയിൽ നമുക്ക് ഡാറ്റ ആഡ് ചെയ്തതിന് ശേഷം അത് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടെംപ്ലേറ്റിന് അതേ യൂസേജ് നമുക്ക് ഇതിനെ കൊണ്ട് ഇവിടെ കിട്ടുന്നതാണ്. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന കസ്റ്റമർക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ ഉണ്ടാവും, സെൻഡ് മാസ് ക്യാമ്പയിൻ എന്നുള്ള. ഓക്കെ, സെൻഡ് മാസ് ക്യാമ്പയിൻ എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റും. അതായത് നമുക്കൊരു മെസ്സേജ് പോയി അടുത്ത മെസ്സേജ് പോകുന്ന സമയമാണ്. അതായത് ഇത് അൺഒഫീഷ്യൽ പ്ലാറ്റ്ഫോം, എല്ലാവർക്കും അറിയാം ഇതൊരു വാട്സപ്പിൻ്റെ അൺഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ടൈം മാക്സിമം കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ വാട്സപ്പിന് ഒരിക്കലും മനസ്സിലാവുന്നത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്, ഒരിക്കലും മനസ്സിലാൻ പാടില്ല. അതുകൊണ്ടാണ് മാനുവൽ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ടൈം കൂട്ടി കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്ന മാത്രമാണ് നിങ്ങൾ പർപ്പസ് എങ്കിൽ നിങ്ങൾ മെയിൻ നമ്പർ ഉപയോഗിക്കാതെ സെപ്പറേറ്റ് നമ്പർ മാറ്റി വെക്കുന്നതായിരിക്കും ബെറ്റർ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലോക്കായാലും നിങ്ങൾക്ക് ബിസിനസ് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾ മാക്സിമം ടൈം കൂട്ടി കൊടുക്കുക. എത്രത്തോളം ടൈം കൂട്ടി കൊടുക്കുന്നു അത്രത്തോളം ബെറ്ററാണ്. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള റിസ്ക് എത്രത്തോളം ഏറ്റെടുക്കാൻ പറ്റുന്നോ അതിനനുസരിച്ച് നിങ്ങൾ അത് ടൈം കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇവിടെ ടൈം ഓരോ മെസ്സേജ് പോകേണ്ട സമയം ഒന്നും പോയി അടുത്ത മെസ്സേജ് പോകേണ്ട സമയം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഡിഫോൾട്ടായിട്ട് നിന്നോട്ടെ. 10 കോൺടാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അടുത്ത ഒരു പോസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഡിഫോൾട്ടായിട്ട് നിന്നോട്ടെ. ഓക്കെ,
ഇനി നമുക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ഇത് വായിച്ച് നോക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് അടിച്ചതിന് ശേഷം സെൻഡ് ക്യാമ്പയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മെസ്സേജ് പോയതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് പോയതിന് ശേഷം കിട്ടുന്നതാണ്. നമ്മൾ ടൈം മാക്സിമം കൂട്ടി കൊടുത്തുകൊണ്ടാണ് ഇപ്പം ഡയറക്റ്റ് പെട്ടെന്ന് പോകാത്തത്. ഇവിടെ ടൈം ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണുന്നതാണ്. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്യാമ്പ് റിപ്പോർട്ട് എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ബൾക്ക് മെസ്സേജിനുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ നമ്പർ സെലക്ട് ചെയ്യേണ്ടതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സേവ് കോൺടാക്റ്റ് നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത നമ്പറാണ് ഇവിടെ കാണാൻ പറ്റും. ഓൾഡ് സെലക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ഓൾഡ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ സെലക്ട് ചെയ്ത നമ്പേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡിസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നോ കോൺടാക്ട് സെലക്ട് എന്ന് കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയാതെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെലക്ട് ചെയ്ത കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇവരെ നമുക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് മാറ്റണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ്, ഇപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് കസ്റ്റമറെ മാറ്റി കുറച്ച് കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ട് മെസ്സേജ് അയക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഓപ്ഷൻസാണ് ഷെഡ്യൂൾ സെൻഡർ. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഓരോ കസ്റ്റമർ ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പോകാനുള്ള മെസ്സേജിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കൂടുതൽ ഒരു കസ്റ്റമർക്ക് സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനും ഇവിടെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഫ്ലോ എന്നുള്ള ഓപ്ഷൻസാണ്. ഈ ഫ്ലോ എന്നുള്ള ഓപ്ഷൻസിൽ വരുന്നതും നമുക്ക് ചാറ്റ് ബോട്ട്, അതായത് നമുക്ക് അടിപൊളിയായിട്ട് ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതായിരിക്കും കാണുന്നത്. ഇവിടെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡാർക്ക് മോഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് നിങ്ങൾക്ക് ചാറ്റ് ബോട്ടാണ് സെറ്റ് ചെയ്യുന്നത്, ഒരു ഫ്ലോ രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിഗറായിട്ട് അതുപോലെ ആക്ഷൻ ബ്ലോക്കായിട്ടും അതുപോലെ റൂളായിട്ടും ഇവിടെ 3 ഓപ്ഷൻസ് കാണാവുന്നതാണ്. സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ വരുന്നത് നമുക്ക് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ട്രിഗറാണ്. അതായത് എന്ത് വന്നു കഴിഞ്ഞാലാണ് കസ്റ്റമർക്ക് മെസ്സേജ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വെൻ എനി മെസ്സേജ് ഈസ് റിസീവ്ഡ്, അതുപോലെ വെൻ മെസ്സേജ് കണ്ടെയ്ൻ കീവേഡ്സ്, അതൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സ് കസ്റ്റമർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിപ്ലൈ പോകുന്ന രീതിയും, അതുപോലെ എന്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ പോകുന്ന രീതിയും. 3ാമത്തെ ഓപ്ഷൻസ് വരുന്നത് ഒരു ദിവസം ഫസ്റ്റായിട്ട് മെസ്സേജ് ഒരു കസ്റ്റമർ അയക്കുന്ന രീതിയിലുള്ള റിപ്ലൈയും, അതുപോലെ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നമ്പറിലോട്ട് ഒരു പുതിയ നമ്പറിൽ നിന്ന് മെസ്സേജ് വരികയാണെങ്കിൽ അതിന് റിപ്ലൈ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഹായ് എന്നൊരു കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ആഡ് ചെയ്യുന്നതാണെങ്കിൽ ക്യാൻ ഐ മോർ എന്ന രീതിയിലായിരിക്കും മെസ്സേജ് വരിക. അതിവിടെ നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്യുന്നത് ഹായ് എന്നുള്ള രീതിയിലായിരിക്കും മെസ്സേജ് ഞാൻ സെറ്റ് ചെയ്യാണ്. ഒരു കസ്റ്റമർ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റീപ്ലൈ പോകുന്ന രീതിയാണ് സെറ്റ് ചെയ്യുന്നതും. ഓക്കെ, ആഡ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ട്രിഗർ കൊടുത്തു. ഇനി നമുക്ക് പോകേണ്ടത് ആക്ഷനാണ്. നമുക്ക് ഒരു ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് റിപ്ലൈ പോകണം എന്നുള്ളത്. ഇവിടെ നമുക്ക് 5 or 6 ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ടോട്ടലി 7 ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് മെസ്സേജ് അയക്കാം, അതുപോലെ നമുക്ക് ഇമേജ് ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ വീഡിയോ അയക്കാം, അതുപോലെ ഓഡിയോ, അതുപോലെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ്, പിന്നെ അതുപോലെ റെസ്പോൺസ്, പിന്നെ ലിസ്റ്റ്. ഓക്കെ, ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റത്തെ സെൻഡ് മെസ്സേജ് ആണ്. അതായത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കണക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് സ്റ്റാർട്ട് മെസ്സേജ് വന്നതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യുക, ടെക്സ്റ്റ് മെസ്സേജ് ഡ്രാഗ് ചെയ്യുക, എന്നതിന് ശേഷം ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അത് കസ്റ്റമർക്ക് എന്താണ് റിപ്ലൈ പോകേണ്ടത് അത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് സേവ് അടിക്കുക. സേവ് അടിച്ചതിന് ശേഷം നമുക്ക് ഇനി അടുത്തത് എന്താ പോകേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ഇമേജാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് ഇമേജ് ഡ്രാഗ് ചെയ്യാം. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് രണ്ടും കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് കോൾ നെക്സ്റ്റ് ബ്ലോക്ക് എന്നുള്ളതാണ്. അത് നമ്മളാണ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും റെസ്പോൺസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റൊരു റിപ്ലൈ കൊടുക്കാം. അങ്ങനത്തെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഇമേജാണ് അടുത്ത് പോകേണ്ടതെങ്കിൽ നമ്മൾ ഇമേജ് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു.
ഓക്കെ, ഇമേജിന് താഴെ നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ക്യാപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇമേജ് അല്ല, നിങ്ങൾക്ക് വീഡിയോ പോകണമെങ്കിൽ ഇതേ സിസ്റ്റം തന്നെയാണ്. വീഡിയോ, ഓഡിയോ, ഡോക്യുമെൻറ്റ്സും ഈ 4 ഓപ്ഷൻസും ഒരേ ടൈപ്പ് തന്നെയാണ്. അതുപോലെ നമുക്ക് റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടും. നിങ്ങൾക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബട്ടൺ പോലെയാണ്. അത് ബട്ടൺസ് അല്ല, പ്യുവർ ബട്ടൺ അല്ല. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. അതായത് നമുക്കിപ്പോൾ 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു രീതി മെസ്സേജ്, 2 സെലക്ട് കഴിഞ്ഞാൽ അടുത്ത മെസ്സേജ്. ഇപ്പോൾ നമുക്ക് 3-4 പ്രൊഡക്റ്റോ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് റെസ്പോൺസ് എന്നുള്ളത്. ഓക്കെ, റെസ്പോൺസ് കണക്ട് ചെയ്യുന്നു, എന്നതിന് ശേഷം എഡിറ്റ് അടിക്കുന്നു. എഡിറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ നമുക്ക് ബട്ടൻ്റെ മേലെ വരുന്ന മെസ്സേജ് നമുക്ക് സെലക്ട് അവർ സർവീസിനോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ ആഡ് ഓപ്ഷൻ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെല്ലാം സർവീസാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്ര അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഡിറ്റക്ഷൻ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈക്വലോ കണ്ടെയ്നർ കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഈക്വലോ പറഞ്ഞാൽ പക്കായിട്ടുള്ള രീതിയിൽ റിപ്ലൈ പോയി കഴിഞ്ഞാൽ മാത്രമേ റിപ്ലൈ പോകുള്ളൂ. അതുപോലെ കണ്ടെയ്നർ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ റിപ്ലൈ പോകുന്ന രീതിയാണ്. എന്നിട്ട് സേവ് അടിക്കുക. ഇനി ഇവിടെ കാണാൻ പറ്റും വാട്സപ്പ് CRM എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പ് CRM എന്ന് ഒന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മെസ്സേജ് പോകണമെന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ് CRM എന്നുള്ള ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജ് പോയിക്കോളും. അതുപോലെ അവർക്ക് ഓഡിയോ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത രീതിയിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റും, ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ഫ്ലോ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നതിന് ശേഷം നിങ്ങൾ ഇന്നാക്റ്റീവ് ഉള്ളത് അതിനു മുമ്പ് നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ, ഓക്കെ 1 മിനിറ്റ് ഞാൻ ടെസ്റ്റ് കൂടെ അറിയാം. ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെസ്സേജ് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ടെസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സിമുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ് എന്ന് പറയുന്നത് തന്നെ അടിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ 1 സെലക്ട് ചെയ്യുന്നു. 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താണ് ടൈപ്പ് കൊടുത്തത് അതോടെ വരുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഫ്ലോ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് 3ാമത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, റൂള്. അതായത് നിശ്ചിത ബ്ലോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ കസ്റ്റമേഴ്സിനെ നമുക്ക് CRMലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് CRMലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ രീതിയിൽ റൂളുകളും നമുക്ക് ഇവിടെ അലോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാവുന്നത് CRM ഫണൽ. ഓക്കെ, CRM ഫണലാണ്. CRM ഫണൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത CRMൻ്റെ ടോട്ടൽ റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമുക്ക് അതിനനുസരിച്ച് റിപ്പോർട്ടോട് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ CRMൻ്റെ ഓരോ ലീഡിലും എത്ര ആൾക്കാരുണ്ട്, അതുപോലെ എത്ര കോൺടാക്ട്സിന് എത്ര ബിസിനസ് വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് റിപ്പോർട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് കിട്ടുന്നത്, അത് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. CRM മെയിനായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിന് ഉപയോഗം ഉണ്ടാവുള്ളൂ. നമ്മൾ CRM ഈ വാട്സപ്പ് തന്നെ യൂസ് ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻസ് നോക്കാം. ചാറ്റ് ബോട്ടാണ്. ഈ ഓപ്ഷൻസ് ചാറ്റ് ബോട്ട് നമ്മൾ നേരത്തെ ചെയ്ത് ഫ്ലോ ആയിരുന്നു. ഇതിന് പകരം ഇവിടെ നമുക്ക് ബോട്ടായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ അതായത് ഒരു മെസ്സേജ് അയച്ചാൽ ഒറ്റ റീപ്ലൈ പോകുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഇത് വരുന്നത്. നേരത്തെ ചെയ്ത് ഫ്ലോ ആയിരുന്നു, ഇത് ഒറ്റ റീപ്ലൈ എന്ന രീതിയിലായിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് സാമ്പിൾ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് മെസ്സേജ് വരുന്നത്, എന്ത് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ റീപ്ലൈ പോകുന്നില്ല അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് കീവേഡ് കസ്റ്റമർ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിന് റീപ്ലൈ സെറ്റ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നവർക്ക് മെസ്സേജ് അയക്കാം, അങ്ങനത്തെ റീപ്ലൈ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രിഗർ ചെയ്താൽ കൊടുക്കേണ്ടത് അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹായ് എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പോകേണ്ടതെങ്കിൽ നമുക്ക് ഹായ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റൊരു അതായത് വേറെ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പോകുന്നുണ്ടെങ്കിൽ നമുക്കതും ഇവിടെ ആഡ് ആക്ടിവേഷൻ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ. പിന്നെ ആക്ഷൻ ബട്ടണാണ്. ആക്ഷനായിട്ട് എന്താ പോകേണ്ടത്, ഇമേജ് ആണോ വീഡിയോ ആണോ എന്താണ് പോകേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് അടിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവർ നേരെ നമ്മുടെ ടാബിലോട്ട് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ CRMലോട്ട് ആഡ് ചെയ്യണോ ഇങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രിഗറായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഫോളോ അപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഫോളോ അപ്പ് മെസ്സേജ് നമുക്ക് നിശ്ചിത കസ്റ്റമേഴ്സിന് നമുക്ക് ഫോളോ അപ്പ് മെസ്സേജ് അയക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. എന്തെങ്കിലും അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്സപ്പിൽ വരുന്ന സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഷെഡ്യൂൾ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് നാളത്തേക്കുള്ള സ്റ്റാറ്റസ് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ നാളെ സമയം സോഫ്റ്റ്വെയർ ഓൺ ആണെങ്കിൽ ആ ടൈമിൽ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ മറ്റൊരു API മറ്റ് സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉള്ള ഓപ്ഷൻസാണ് വരുന്നത്. API വെബ്ബുക്ക് ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ലിങ്ക് ആണത്. ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ നമ്പറിലോട്ട്, അതായത് നിങ്ങളുടെ നമ്പറിലോട്ട് സ്പെസിഫിക് സർവീസ് ഒരുപാട് സർവീസ് ചെയ്യുന്നവർക്ക് സ്പെസിഫിക് സർവീസ് കസ്റ്റമർ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്ന മെസ്സേജ് കസ്റ്റമർ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്ന ലിങ്ക് ജനറേഷനാണ്. വാട്സപ്പ് ലിങ്കാണ് നമ്മളെ കണ്ട് സെലക്ട് ചെയ്യുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം കസ്റ്റമർ എന്താണ് നമ്മളെ ഈ നമ്പറിലോട്ട് മെസ്സേജ് വരുന്നത്, നമ്മളെ കമ്പനി നമ്പർ അവിടെ കൊടുക്കേണ്ടത്. കമ്പനി നമ്പർ കൊടുത്തതിന് ശേഷം നമ്മുടെ കസ്റ്റമർ ഈ നമ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് മെസ്സേജാണ് കസ്റ്റമർ മെസ്സേജ് അയക്കേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ വാട്സപ്പ് CRMൻ്റെ എൻക്വയറിക്ക് ഗ്രൂപ്പിലോട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വാട്സപ്പ് CRM എന്ന് ക്ലിക്ക് ചെയ്യുകയാണ് കസ്റ്റമർ മെസ്സേജ് അയക്കേണ്ടതെങ്കിൽ നമുക്ക് ഗെറ്റ് ലിങ്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ നമ്പർ അടിക്കേണ്ടതുണ്ട്. ഓക്കെ. എന്നിട്ട് ഗെറ്റ് ലിങ്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടുന്നതാണ്. ആ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിലോട്ടൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പറിലോട്ട് ഈ നമ്പറിലോട്ട് ഈ മെസ്സേജ് ആയിരിക്കും കസ്റ്റമർ ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഓക്കെ. അതുപോലെ സ്റ്റാർട്ട് കോൺവെർസേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട് നമുക്കൊരു നമ്പർ കയ്യിലുണ്ട്. അവർ ഡയറക്റ്റ് നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ നമ്പറിലോട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നമ്പർ ടൈപ്പ് ചെയ്യുക. നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കോൺവെർസേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ നമ്പറിലോട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്ര ഓപ്ഷൻസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ മെനു ഫീച്ചേഴ്സിൽ വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫീച്ചേഴ്സ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ബട്ടണാണ് ഇവിടെ വരുന്നത്. API ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്ബുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ വെബ്ബുക്ക് ഓഫ് ചെയ്യാം. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഓഫ് ചെയ്യേണ്ട ഡീറ്റെയിൽസിനെ കൂടെ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നോട്ടിഫിക്കേഷനാണ്, അത് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് മാറ്റാം ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഡാർക്ക് മോഡ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പിന്നെ സിസ്റ്റം ബാക്കപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ബാക്കപ്പ്, ഇത് ഓട്ടോ ബാക്കപ്പ് വരുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് ബാക്കപ്പ് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏത് ബാക്കപ്പാണ് വേണ്ടത് അത് നിങ്ങൾക്ക്